അതൊക്കെ വിമർശനങ്ങൾ ആ സമയമല്ലേ. ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റ് നടക്കുന്ന ഒരാളല്ല. അത് ആ സമയം കഴിഞ്ഞു. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമില്ലേ ദാസ എന്ന് പറയുന്നത്. ഇപ്പം അതൊക്കെ മറക്കൂ. ഇപ്പം ഈ പ്രസൻറ്റിൽ ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ സമയമാണല്ലോ. അപ്പോൾ ആ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്നത്? നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. മുന്നോട്ടും ചിന്തിക്കേണ്ട, ഈ പ്രസൻറ്റിൽ ചിന്തിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ ഒരുപാടുണ്ടാകും. പക്ഷെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാത്രം അത് സാധിക്കില്ലല്ലോ, അത് സംഭവിക്കണം. അപ്പോൾ അങ്ങനത്തെ റോളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളില്ല. നല്ല സിനിമ ചെയ്യണം, നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അത് സംഭവിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾക്ക് പ്രൊഡക്ഷനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ സിനിമ, ഇഷ്ടമുള്ള സിനിമ എടുക്കാൻ പറ്റില്ല. അതൊരു കൂട്ടായ്മയാണ്. ഒരാളുടെ ഒരു ബുദ്ധിയിൽ നിന്നുണ്ടായി, അതൊരു പേനാത്തുമ്പിലൂടെ പേപ്പറിലായി ഒരുപാട് പ്രോസസ്സാണ്. അപ്പോൾ അതാണ് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ഒരു നന്ദി നമ്മുടെ പ്രൊഫഷനോട് കാണിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നല്ല റോള് കിട്ടുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട്. ഇപ്പം ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരോട് അഭിനയിക്കാൻ സാധിച്ച വളരെ അപൂർവം പേരിൽ ഒരാളാണ് ഞാൻ. പ്രേം നസീർ സാറായാലും, ശിവാജി ഗണേശനായാലും, നാഗേശ്വർ റാവു ആയാലും, അമിതാഭ് ബച്ചനായാലും, രാജ്കുമാർ സാറൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളാണ്. ഇപ്പം തിക്കുറിശി സാറ്, SP പിള്ള സാറ്, അങ്ങനെയൊക്കെ വളരെ അടൂർ ഭാഷ സാർ, അങ്ങനെ ഒരുപാട് ഗുരു കാരണവന്മാരുടെ സ്നേഹവും ഒരു ഗുരുത്വവും ഉള്ള ഒരാളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് ഡയറക്ടേഴ്സും, അതുപോലെ തന്നെയാണ് എൻ്റെ കൊളീഗ്സും. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അമ്മയുടെ അടുത്ത് പോയി കാര്യം അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി, അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുന്ന അമ്മയാണ്. പക്ഷെ അമ്മ അത് മനസ്സിലാക്കി അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എല്ലാം മനസ്സിലാകും, സംസാരിക്കാൻ കുറച്ചൊരു സ്ലറുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാകും. അപ്പോൾ എന്തായാലും അമ്മയുടെ ഒരു അനുഗ്രഹം എൻ്റെ പുറകെ. ഞാൻ എൻ്റെ മാതാപിതാക്കളെ അതാണ് ഞാൻ പറഞ്ഞത്, അവരെ തീർച്ചയായിട്ടും ഓർക്കുന്നു. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അമ്മയുടെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ്. അപ്പം അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അദ്ദേഹം എപ്പോഴും വലിയ തമാശകൾ പറയുന്ന ആളല്ലേ അല്ലേ. അദ്ദേഹം അതിനെ ഏറ്റവും ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. അദ്ദേഹമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുള്ള ആളാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു സിനിമയിൽ അഭിനയിച്ച ആളാണ്. ഒരു കൾട്ട് ഫിലിമായിട്ട് മാറിയതാണ് കമ്പനി എന്നുള്ള ഫിലിം. അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം അത്രയും ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ആളാണ്. അപ്പോൾ എല്ലാവരും പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാം ഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ടൊന്നും മീൻ ചെയ്തതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളും ഉണ്ടല്ലോ. അതൊക്കെ വിമർശനങ്ങൾ ആ സമയമല്ലേ. ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റ് നടക്കുന്ന ഒരാളല്ല. അത് ആ സമയം കഴിഞ്ഞു. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമില്ലേ ദാസ എന്ന് പറയുന്നത്. ഇപ്പം അതൊക്കെ മറക്കൂ. ഇപ്പം ഈ പ്രസൻറ്റിൽ ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ സമയമാണല്ലോ. അപ്പോൾ ആ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്നത്? നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. മുന്നോട്ടും ചിന്തിക്കേണ്ട, ഈ പ്രസൻറ്റിൽ ചിന്തിക്കാം.